ഇന്ന് ചെയ്യുന്ന വീഡിയോ പല്ല് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് അത് സിവിയർ പെയിനിലേക്കോ അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും നീരും വേദനയായിട്ട് ഇൻഫെക്ഷനായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. വളരെ മിനിമലായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം 1 മണിക്കൂർ നേരത്തേക്ക് നിർബന്ധമായിട്ടും പഞ്ഞി കടിച്ചു പിടിക്കുക. ആ പഞ്ഞി കടിച്ചു പിടിക്കുന്ന സമയത്ത് ഉമിനീരിറക്കി വിടണം. രണ്ടാമത്തെ സംഗതി, നിങ്ങളത് കടിച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് ഉമിനീരിറക്കി വിട്ടില്ലെങ്കിൽ പഞ്ഞി സോക്ക് ചെയ്യും. പഞ്ഞി കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉമിനീരിറക്കാൻ വരും. അപ്പോൾ നിർബന്ധമായിട്ടും ഉമിനീരിറക്കി വിടുക. മൂന്നാമത്തെ കാര്യം, 1 മണിക്കൂറിൽ കൂടുതൽ പഞ്ഞി കടിച്ചു പിടിക്കേണ്ട. പഞ്ഞി കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ സോക്കറ്റിൽ നിന്നുള്ള ക്ലോട്ടും കൂടെ പഞ്ഞിയുടെ കൂടെ പോകാനും വീണ്ടും ബ്ലീഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയം തുപ്പിക്കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അത് വന്നാൽ കണ്ടിന്യൂസ് ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ നേരം വരെ നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് വരും. ഇത് രണ്ടും നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 99% നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആദ്യത്തെ പല്ല് പറിച്ചതിൻ്റെ പെയിൻ ഇല്ലാതായി മാറും. എന്തെങ്കിലും മരുന്ന് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കഴിക്കുക. പ്രത്യേകിച്ച് പഞ്ഞി തുപ്പി കളയുമ്പോൾ തന്നെ ആദ്യത്തെ ഡോസ് കഴിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പലപ്പോഴും വേദനയില്ലെങ്കിൽ ആ മരുന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും വരുത്താതിരിക്കുക. തന്നേക്കുന്ന മരുന്ന് കഴിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് നിർത്താം, നിങ്ങൾ ചൂടുള്ള ഒരു ഭക്ഷണവും അന്നത്തെ ദിവസം കഴിക്കരുത്.